നമസ്കാരം. ജാപ്പനീസ് കാർട്ടൂൺ കഥാപാത്രം ഡോറേമോണിന്റെ കടുത്ത ആരാധകനായിരുന്ന ഒരു കൊച്ചുകുട്ടി പൊടുന്നനെ അതുപേക്ഷിച്ച് കയ്യിൽ ക്രിക്കറ്റ് ബാറ്റ് ഏന്തി ഇന്ന് ചരിത്രത്തിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ്. പേര് വൈഭവ് സൂര്യവംശി, സ്വദേശം ബീഹാർ, വയസ്സ് 13. 13-ാം വയസ്സിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? വൈഭവ് സൂര്യവംശി IPL കളിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കമന്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ തരംഗമായി മാറിയിട്ടുണ്ട്. അതെ, IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടം ബീഹാറുകാരനായ വൈഭവ് സൂര്യവംശി സ്വന്തമാക്കിയിരിക്കുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന IPL താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് 1,10,00,000 രൂപയ്ക്കാണ് വൈഭവ് സൂര്യവംശിയെ ലേലത്തിലൂടെ സ്വന്തമാക്കിയത്. ഡൽഹി ക്യാപിറ്റൽസുമായുണ്ടായ വാശിയേറിയ ലേലം വിളിക്കൊടുവിലാണ് ഈ 13-കാരനായ കൊച്ചു പയ്യനെ രാജസ്ഥാൻ റോയൽസ് വലവീശി പിടിച്ചിരിക്കുന്നത്. അതിനു മാത്രം എന്തുണ്ട് എന്നാകും അല്ലേ? വരട്ടെ, പറയാം. അടുത്തിടെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോർ വൈഭവിനെ ട്രയൽസിലേക്ക് വിളിച്ചിരുന്നു. അന്ന് വൈഭവ് അവിടെ ഒരു ഓവറിൽ 17 റൺസാണ് അടിച്ചെടുത്തത്. വൈഭവിന്റെ ഈ പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനെ ആകർഷിച്ചത്. 2008-ലാണ് IPL പിറവിയെടുക്കുന്നത്. അടുത്ത വർഷമാകുമ്പോൾ 17 വയസ്സാകും. IPL ചരിത്രത്തിൽ തന്നെ IPL പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ആ ടൂർണമെന്റ് ഇതുവരെ കളിച്ചിട്ടില്ല. അങ്ങനെ അവിടെയും വൈഭവ് ഒരു ചരിത്രം കുറിക്കുകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റു പല നേട്ടങ്ങളും വൈഭവിന് തേടിയെത്തുന്നുണ്ട്. ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ മുഖ്യ പരിശീലക വേഷത്തിലേക്ക് തിരികെ എത്തുകയാണ്. അങ്ങനെ ആ ഇതിഹാസ താരത്തിനൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കീഴിൽ കളിക്കുവാനും ഉള്ള ഒരു ഭാഗ്യം വൈഭവിന് ഇതിലൂടെ സ്വന്തമായിരിക്കുന്നു. വെറും 13 വയസ്സേ ഉള്ളൂ എന്ന് കരുതി അങ്ങനെ അങ്ങ് എഴുതിത്തള്ളാൻ വരട്ടെ വൈഭവിനെ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല, ചില്ലറക്കാരനല്ല ഈ 13-കാരൻ. ഒരു ഇന്ത്യക്കാരന്റെ അണ്ടർ 19 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി എന്ന നേട്ടം അടുത്തിടെയാണ് വൈഭവ് സൂര്യവംശി തൻ്റെ പേരിൽ ചേർത്തത്. അതും ഓസീസിന്റെ അണ്ടർ 19 ടീമിനെതിരെ ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ നേട്ടം വൈഭവ് സ്വന്തമാക്കിയത്. അന്ന് 58 പന്തിലാണ് വൈഭവ് 3 അക്കം കടന്നത്. ഇക്കാര്യത്തിൽ വൈഭവിന് മുന്നിലുള്ളത് 2005-ൽ ഇംഗ്ലണ്ടിന് വേണ്ടി അവരുടെ അണ്ടർ 19 ടീമിൽ മൊയ്യീൻ അലി 56 പന്തിൽ നേടിയ സെഞ്ചുറി മാത്രമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ 4-ാമത്തെ ഇന്ത്യൻ താരം എന്ന ബഹുമതിയും ഈ വർഷം ജനുവരിയിൽ വൈഭവ് സ്വന്തമാക്കിയിരുന്നു. അന്ന് മുംബൈക്കെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിനിറങ്ങുമ്പോൾ വൈഭവിന് പ്രായം 12 വയസ്സും 284 ദിവസവും മാത്രമാണ്. 2011-ൽ ബീഹാറിലെ സമസ്തിപൂരിൽ ജനിച്ച വൈഭവ് തന്റെ 4-ാം വയസ്സു മുതൽ ക്രിക്കറ്റിനോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ ക്രിക്കറ്റിലുള്ള കഴിവ് പ്രകടമാക്കി തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ പിതാവ് സഞ്ജീവ് സൂര്യവംശി വീടിന് പുറകിൽ മകന് കളിക്കുവാനായി ഒരു കളിക്കളം തയ്യാറാക്കി കൊടുത്തു. ഏതാണ്ട് 9 വയസ്സാകുമ്പോഴേക്കും വൈഭവിനെ സമസ്തിപൂരിൽ തന്നെയുള്ള ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ കൊണ്ടുചേർത്തു. 2.5 വർഷത്തെ പരിശീലനത്തിന് ശേഷം വൈഭവ് അണ്ടർ 16 ടീമിന്റെ ട്രയൽസിൽ പങ്കെടുത്തു. അവിടെ മികച്ച പ്രകടനം നടത്തിയെങ്കിലും പ്രായം കുറവായതുകൊണ്ട്, ചെറിയ പ്രായമായതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചില്ല. അതിനു പിന്നാലെ മുൻ രഞ്ജി താരം മനീഷ് ഓജയുടെ പരിശീലനം ലഭിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശീലനത്തിന്റെ കീഴിലാണ് താൻ ഇന്നത്തെ നിലയിലേക്ക് വളർന്നു വന്നത്, അല്ലെങ്കിൽ ഇന്ന് താൻ എന്താണോ അതിനെല്ലാം കാരണക്കാരൻ മനീഷ് ഓജയാണ്, അദ്ദേഹത്തിന്റെ പരിശീലനമാണെന്ന് വൈഭവ് തുറന്നു പറയുന്നുണ്ട്. 12-ാമത്തെ വയസ്സിൽ ബീഹാറിനായിട്ട് വിനു ബംഗ ട്രോഫിയിൽ കളിച്ച് 5 മത്സരങ്ങളിൽ നിന്നും വൈഭവ് അടിച്ചുകൂട്ടിയത് ഏതാണ്ട് 400-ഓളം റൺസാണ്. അങ്ങനെ പങ്കെടുത്ത ടൂർണമെന്റുകളിലെല്ലാം വാർത്താ താരമായി മാറിയ വൈഭവ് ബീഹാർ ക്രിക്കറ്റിലെ അവിഭാജ്യ ഘടകമായി മാറി. അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് തന്റെ പ്രകടനം കൊണ്ട് വൈഭവ് മികവ് തെളിയിച്ചു. തന്റെ സ്ഥാനം ബീഹാർ ക്രിക്കറ്റിൽ അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വൈഭവ് ഇപ്പോൾ തന്റെ മാത്രം പുത്രനല്ല, ബീഹാറിന്റെ ഒന്നാകെ മകനാണെന്നാണ് പിതാവ് സഞ്ജീവ് സൂര്യവംശി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്റെ വസ്തുവിറ്റാണ് മകന്റെ ക്രിക്കറ്റ് എന്ന ആഗ്രഹം സഫലമാക്കിയത്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്ന വൈഭവിന്റെ പിതാവ് പറയുന്നു. എന്തായാലും മകന്റെ ആഗ്രഹത്തിനൊത്തു നിന്ന് ആ മകന്റെ കഴിവുകൾ നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് മകന് വേണ്ട പിന്തുണ നൽകി, പരിശീലനം നൽകി
വളർത്തിക്കൊണ്ടുവന്ന പിതാവ് തൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ നോക്കാതെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മകന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആ പിതാവ് തയ്യാറായി. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. തൻ്റെ മകൻ്റെ ഈ നേട്ടത്തിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ ഈ IPL താരലേലത്തിന് ശേഷം പറഞ്ഞത്. നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ ചെറിയ പ്രായത്തിലൊക്കെ വന്ന് പിന്നീട് ലോക ക്രിക്കറ്റിനെ തന്നെ വെട്ടിപ്പിടിച്ച താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ അച്ഛൻ തനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം അതില്ലായിരുന്നുവെങ്കിൽ താൻ ഒന്നും ആകുമായിരുന്നില്ല. ഒപ്പം തൻ്റെ പ്രിയ ജ്യേഷ്ഠനായ അജിത്ത്, അദ്ദേഹം തനിക്ക് നൽകിയ പിന്തുണ, കൊച്ചുകാലം തൊട്ട് പരിശീലനത്തിനുൾപ്പെടെ കൊണ്ടുപോകാനും തൻ്റെ കരിയർ പോലും തൻ്റെ ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് തൻ്റെ ജ്യേഷ്ഠൻ തനിക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചത് എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിലൊക്കെ വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം അക്കാര്യങ്ങളൊക്കെ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അത്തരത്തിൽ നിരവധി താരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ മക്കളുടെ അല്ലെങ്കിൽ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് രാജ്യത്തിന് മികച്ച താരങ്ങളെ ലഭിക്കുന്നത്. എന്തായാലും വൈഭവ് തൻ്റെ വൈഭവ മികവിലൂടെ ലോക ക്രിക്കറ്റിനെ കീഴടക്കുന്ന, ഇന്ത്യക്ക് അഭിമാനമായി മാറുന്ന ഒരു താരമാകട്ടെ എന്ന് ആശംസിക്കുന്നു.